അതിർത്തിയിൽ പാക് പ്രകോപനത്തിന് മറുപടി കൊടുത്ത ഇന്ത്യൻ സേനയുടെ വെടിവെപ്പിൽ 5 പാക് സൈനികർ കൊല്ലപ്പെട്ടു. അതേസമയം പുഞ്ച് നൌഷേറ മേഖലകളിൽ പാക് പ്രകോപനം തുടരുകയാണ്. വിവരങ്ങളുമായി മനു ശങ്കർ ദില്ലിയിൽ നിന്ന് ചേർന്നു. മനു, ശക്തമായ നാശനഷ്ടമാണോ പാക് സൈന്യത്തിന് ഇന്ത്യൻ തിരിച്ചടിയിൽ ഉണ്ടായിരിക്കുന്നത്? ഈ തിരിച്ചടിയിലും പിന്നെയും പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം അതിർത്തിയിൽ ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായും ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. രാവിലെ രജൌരിയിലും പൂഞ്ച് സെക്ടറിലും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു. ഈ പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പിൽ 2 ഇന്ത്യൻ സൈനികർ, എഞ്ചിനീയറിംഗ് ഫോഴ്സിലുള്ള 2 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത് ശ്രീനഗറിലെത്തുകയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും ചെയ്തു. നിലവിലെ സംഭവവികാസങ്ങളും ഇനി സൈന്യം സ്വീകരിക്കേണ്ട നടപടികളും എന്തെല്ലാമാകണമെന്നും എത്രമാത്രം നിലപാടുകൾ ശക്തമാക്കണമെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെയാണ് വീണ്ടും നിയന്ത്രണ രേഖയ്ക്ക് സമീപം ബിംബർ ബട്ടർ മേഖലയിൽ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടായത്. ഇതിലാണ് ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടി നടത്തിയിരിക്കുന്നത്. ഈ തിരിച്ചടിയിലാണ് 5 പാകിസ്ഥാൻ സൈനികരെ വധിച്ചതായി ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 6 പാകിസ്ഥാൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ ഹിസ്ബുൾ ഭീകരൻ സബ്സർ ഭട്ടിനെ സൈന്യം വധിച്ചതിന് പിന്നാലെ തന്നെ കാശ്മീരിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരുന്നു. ഈ ആഭ്യന്തര സംഘർഷങ്ങളുടെയും മറ്റും മറവിൽ വീണ്ടും നുഴഞ്ഞുകയറ്റ ശ്രമത്തിനുള്ള സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിനിടയിലും പാകിസ്ഥാൻ പ്രകോപനം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ തുടർക്കഥയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ ശക്തമായൊരു തിരിച്ചടി പാകിസ്ഥാന് നേരെ നടത്തിയിരിക്കുന്നത്. 5 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മനു. ശരി, മനു ശങ്കറിനാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ 5 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. പക്ഷേ എന്നിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രകോപനം ഇപ്പോഴും അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും നൌഷേറ കേന്ദ്രീകരിച്ച് തുടരുകയാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകൾ കുരുന്നുകളെ വരവേറ്റത്. കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ 1 ലക്ഷം കുട്ടികളാണ് ഇത്തവണ സർക്കാർ സ്കൂളുകളിൽ അധികമെത്തിയത്. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലാണ് കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായത്. വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെയാണ് സംസ്ഥാനത്തെങ്ങും വിവിധ സ്കൂളുകളിൽ കുട്ടികളെ വരവേറ്റത്. 3.5 ലക്ഷത്തോളം കുരുന്നുകൾ ആദ്യമായി അക്ഷരമുറ്റത്തേക്ക് പിച്ചവെച്ചു. സംസ്ഥാനത്താകെ 43 ലക്ഷത്തോളം കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഊരൂട്ടമ്പലം UP സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഗാനത്തോടെ പ്രവേശനോത്സവത്തിന് തുടക്കമായി. പാവപ്പെട്ട കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുമെന്നും ആഗോള നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്കും ഈ അതിസമ്പന്നരുടെ കുട്ടികളെ പോലെ തന്നെ മികവ് നേടാനുള്ള സാഹചര്യവും സന്ദർഭവും ഒരുക്കുക എന്നതാണ് പ്രധാനം. സ്കൂൾ തുറക്കും മുൻപ് തന്നെ പാഠപുസ്തകം എത്തിച്ചും ക്ലാസ് മുറികളെ ഹൈടെക് ആക്കിയും വലിയ മുന്നൊരുക്കങ്ങളായിരുന്നു സർക്കാർ ചെയ്തത്. 1 മുതൽ 10 വരെ മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കി. യൂണിഫോം സൗജന്യം, IT സഹായത്തോടെ അധ്യാപകർക്ക് പരിശീലനം, എല്ലാ സ്കൂളുകളിലും ഇന്റർനെറ്റ്, 8 മുതൽ +2 വരെ 45,000 ഹൈടെക് ക്ലാസ് റൂമുകൾ, വിദ്യാർത്ഥികൾക്കും പഠന സാമഗ്രികൾ ലഭ്യമാക്കുന്ന സമഗ്ര പോർട്ടൽ, എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നാപ്കിൻ വെൻഡിംഗ് മെഷീൻ എന്ന സുപ്രധാനമായ തീരുമാനം ഒക്കെ നടപ്പാക്കി. ഒപ്പം പരിസ്ഥിതി സൗഹൃദമാക്കാൻ സ്കൂളുകളിൽ ഹരിത നയവും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഇതിനെ വിശേഷിപ്പിച്ചത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇതൊരു 2ാം ഊഴമാണ് എന്നാണ്. പൊതുവിദ്യാഭ്യാസത്തിന് ഒരു 2ാം ഊഴം തുടങ്ങുകയാണ്. 2ാം ഊഴത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇത് കേരളത്തിൽ എല്ലാം നടക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ശ്രദ്ധേയമായ ഇനമായിരുന്നു കുട്ടികളെ വരവേറ്റുകൊണ്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിന്റെ കഥ പറച്ചിൽ. പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്കായി കുട്ടിക്കഥ പറഞ്ഞാണ് വിദ്യാഭ്യാസ മന്ത്രി കയ്യടി നേടിയത്. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം നടന്ന തിരുവനന്തപുരം ഊരുട്ടമ്പലത്തിലെ LP സ്കൂളിൽ നവാഗതരെ ഞാവൽപ്പഴം നൽകിയാണ് അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചത്. പിന്നെ കുട്ടികൾക്ക് അക്ഷരത്തൊപ്പി നൽകി. മധുരവും ബാഗും കുടയും മറ്റ് സമ്മാനങ്ങളും തൊട്ടുപിറകിലായി ലഭിച്ചപ്പോൾ കുട്ടികളും സന്തോഷത്തിലായി. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് പായസം എന്നോണമായിരുന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്നേഹലാളനം. കുട്ടികളോട് കുശലം ചോദിച്ചെങ്കിലും മറുപടി ശുഷ്കമായിരുന്നു. തുടർന്ന് കുട്ടി മനസ്സിന്റെ ഉടമയായി മാറിയ വിദ്യാഭ്യാസ മന്ത്രി നവാഗതർക്കായി കുട്ടിക്കഥയും പറഞ്ഞുകൊടുത്തു. പാല് കാണാണ്ട്, വഴിപ്പടപ്പ് കാണാണ്ട്, മുളങ്കരട് കാണാണ്ട്
കാശ് എങ്ങും കാണാനില്ല, എങ്ങും കാശ് കാണാനില്ല. അവര് ചോദിക്കുകയാണ് മനുഷ്യനോട്, ഈ കാശ് എവിടെയാ, ഞങ്ങൾക്ക് കാണാനില്ല എവിടെയൊന്നും. കഥ കേട്ട് നിറഞ്ഞ സന്തോഷത്തോടെ കുട്ടികൾ. ശേഷം ഉദ്ഘാടന വേദിയിലേക്ക് വാദ്യമേളങ്ങളോടെ കുട്ടികളെ ആനയിച്ച് ഇരിപ്പിടവും നൽകി. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രവേശനോത്സവ ഗാന നൃത്താവിഷ്കാരവും അരങ്ങ് തകർത്തു. അക്ഷരമുറ്റത്തായിരമായിരം അരളിപ്പൂവുകൾ ചിരിതൂകി, കളിയും ചിരിയും വളകൾക്കിലുങ്ങി ഊഞ്ഞാലാടി കാതളികൾ. അങ്ങനെ ആഘോഷമായി തന്നെ പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള നാളുകളിൽ അക്ഷരത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് എത്തുകയെന്ന് തന്നെയാണ് ഈ കുരുന്നുകളുടെ ലക്ഷ്യം. ക്യാമറമാൻ ഷാജിലയ്ക്കൊപ്പം സുനിൽ അരിമാനൂർ. അധസ്ഥിതർക്ക് അക്ഷരം നിഷേധിച്ചവർക്ക് നേരെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർന്ന തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലത്തെ സ്കൂളാണ് സംസ്ഥാനതല പ്രവേശനോത്സവത്തിന് വേദിയായത്. ഒരു നൂറ്റാണ്ട് മുൻപ് ഈ സ്കൂളിൽ പഠിക്കാനെത്തിയ പഞ്ചമി എന്ന ദളിത് ബാലികയുടെ 5ാം തലമുറക്കാരി മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് കൂടി സാക്ഷിയാവുകയായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സമരമെന്നും കർഷക ലഹളയെന്നും അറിയപ്പെടുന്ന കണ്ടല ലഹളയ്ക്ക് കാരണമായ സംഭവത്തിലൂടെയാണ് പഞ്ചമിയെ കേരളം ഓർക്കുന്നത്. ചരിത്രമുറങ്ങുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലം ഗവൺമെന്റ് UP സ്കൂൾ 2017-18 അധ്യയന വർഷത്തെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന് വേദിയായപ്പോൾ അത് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലായി. അധസ്ഥിതർക്ക് അക്ഷരം നിഷേധിച്ചവർക്ക് നേരെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുയർന്നത് ഈ വിദ്യാലയത്തിൽ നിന്നായിരുന്നു. 1914 അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കാലം. അന്ന് ദളിത് വിഭാഗത്തിൽപ്പെട്ട പഞ്ചമിക്ക് പഠിക്കാൻ മോഹം. പിന്നീട് പഞ്ചമി അക്ഷരലോകത്തേക്ക് കാൽവെച്ചത് ഊരുട്ടമ്പലത്തെ ഈ സ്കൂൾ അങ്കണത്തിൽ. പക്ഷേ അന്നത്തെ സവർണ മേധാവിത്വം പഞ്ചമിക്ക് അറിവ് നിഷേധിച്ചു. പ്രതിഷേധമെന്നോണം സ്കൂൾ തീയിട്ട് നശിപ്പിക്കാനും അവർ മറന്നില്ല. തുടർന്ന് ചരിത്രത്തിലിടം നേടിയ വിദ്യാഭ്യാസ പോരാട്ടത്തിനും ഇവിടെ തുടക്കമായി. സംസ്ഥാനതല പ്രവേശനോത്സവം ഇവിടെ നടക്കുമ്പോൾ കണ്ടല ലഹള എന്ന തിരുവിതാംകൂറിലെ ആദ്യ വിദ്യാഭ്യാസ സമരത്തിന് സാക്ഷിയായ സ്കൂളിൽ സ്മാരക മന്ദിരവും ഉയർന്നു. അന്ന് കത്താതെ അവശേഷിച്ച ബെഞ്ച് ഓർമ്മയുടെ അടയാളമായി ഇവിടെയുണ്ട്. ഇന്ന് പഞ്ചമിയുടെ 5ാം തലമുറക്കാരി ആരതിയും ഈ ചരിത്രഭൂമിയിൽ അറിവ് നേടാനെത്തിയിരിക്കുന്നു. പഴയ കഥയൊക്കെ ഓർമ്മയുണ്ടെന്നും കാലം മാറിയതിൽ സന്തോഷമുണ്ടെന്നും ആരതിയുടെ അമ്മ പറയുന്നു. പഴയ കാലത്ത് മാറ്റിവെക്കപ്പെട്ട ഒരു രീതിയായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഐക്യത്തോട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നു. വിദ്യാഭ്യാസത്തിനായുള്ള അധസ്ഥിതരുടെ വാശിയേറിയ പോരാട്ടങ്ങളുടെ വിജയഭൂമിയായി ഊരുട്ടമ്പലവും. ഒരു കാലത്ത് ഒരു വിഭാഗത്തിന് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നപ്പോൾ ചരിത്രപരമായ സമരത്തിലൂടെ വിപ്ലവത്തിലൂടെ അത് നേടിയെടുക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായി. അതിന് സാക്ഷ്യം വഹിച്ച UP സ്കൂളിൽ ഇതാ പഞ്ചമിയുടെ 5ാം തലമുറ വീണ്ടും അധ്യയനത്തിലേക്ക് വന്നിരിക്കുന്നു. ക്യാമറമാൻ ഷാജിലയ്ക്കൊപ്പം സുനിൽ അരിമാനൂർ. പോലീസ് മാമന്മാരുടെ കയ്യിൽ നിന്ന് മിഠായി കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കൊച്ചിയിലെ 1ാം ക്ലാസ്സുകാർ. അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെക്കുന്ന കുരുന്നുകൾക്കായി കൊച്ചി സിറ്റി പോലീസ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പോലീസ് സല്യൂട്ട് എന്ന പേരിലായിരുന്നു പരിപാടി. തൊപ്പിയും കാക്കിയും ധരിച്ച് യൂണിഫോമിൽ വരുന്ന പോലീസുകാരെ കണ്ടപ്പോൾ കുരുന്നുകൾക്ക് ആദ്യം അമ്പരപ്പ്. എന്നാൽ പതിവായി ലാത്തിയെന്തുന്ന കൈകളിൽ ഇന്ന് നിറയെ മിഠായിയായിരുന്നു. പോലീസ് മാമന്മാർ സല്യൂട്ട് ചെയ്ത് ഷേക്ക് ഹാൻഡ് നൽകി മിഠായി കൊടുത്തപ്പോൾ പലർക്കും അമ്പരപ്പ് മാറി ഉത്സാഹമായി. സിറ്റി പോലീസ് കമ്മീഷണർ MP ദിനേശിന്റെ നേതൃത്വത്തിലാണ് നവാഗതർക്ക് മധുരവും സമ്മാനങ്ങളും നൽകിയത്. നിങ്ങൾക്ക് അവരുടെ സുരക്ഷയെക്കുറിച്ചൊക്കെ ആശങ്കയുണ്ടാവും. നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട. കുട്ടികളുടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. കൂടാതെ ഞങ്ങളുടെ SPC കാഡറ്റ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ശരിക്കുന്നെങ്കിൽ ആരാകണമെന്നാണ് ആഗ്രഹമെന്ന ചോദ്യത്തിന് പെട്ടെന്ന് വന്നു മറുപടി. മിഠായിയൊക്കെ തന്നെങ്കിലും തനിക്ക് പോലീസ് ആകേണ്ടെന്നായിരുന്നു മറ്റൊരു കൂട്ടുകാരന്റെ നിലപാട്. ഈ സാറിനെ പോലെ പോലീസ് ആയാലോ പഠിച്ചിട്ട്? പോലീസ് എന്നാൽ പേടിക്കാനുള്ളതല്ല, കരുതലും സംരക്ഷണവും നൽകുന്നവരാണ് എന്ന് കുട്ടികളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു പോലീസ് സല്യൂട്ട് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന്റെ മോചനത്തിനായി തൃശൂരിൽ പൊതുയോഗം ചേരുന്നു. ചന്ദ്രബോസിന്റെ മരണം യാദൃശ്ചികമാണെന്നും കാരുണ്യവാനായ നിസാമിനെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കി നോട്ടീസ് ഇറക്കിയാണെന്ന് യോഗം വിളിച്ചിരിക്കുന്ന വിവരങ്ങളുമായി ദിൽജിത്ത് തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ദിൽജിത്ത്, ആരാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്? മനു, മുഹമ്മദ് നിസാമിന്റെ കമ്പനിയിലെ തൊഴിലാളികളും സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്നാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തത്. ചന്ദ്രബോസ് വധക്കേസിൽ മുഹമ്മദ് നിസാമിനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചിട്ടുണ്ടെന്നും നിസാമിനെ കൊടുക്കാനായി ഗൂഢാലോചന നടന്നുവെന്നും യോഗത്തിൽ ആരോപിച്ചു. 2 വർഷത്തിലേറെയായി തടവിൽ കഴിയുന്ന നിസാമിന്
പരോൾ ലഭിക്കാനുള്ള സാഹചര്യം ഏതു തരത്തിൽ ഒരുക്കണം എന്ന ചർച്ചകളാണ് യോഗത്തിൽ നടന്നത്. ചന്ദ്രബോസ് ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണെന്ന് തെളിയിക്കാൻ പോലും പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലെന്നും ഇത് തന്നെ കേസിൽ നിസാമിനെതിരെ ഗൂഢാലോചന നടന്നു എന്നതിന്റെ തെളിവ് ആണെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആരോപിക്കുന്നു. അതോടൊപ്പം കേസിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കൂട്ടായി പ്രവർത്തിക്കാനും യോഗത്തിലെത്തിയവർ തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഇതിനായി ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി തയ്യാറാക്കി നൽകാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. അതോടൊപ്പം നിലവിൽ ശിക്ഷ അനുഭവിക്കുന്ന നിസാമിനെ മഹത്വവൽക്കരിക്കുന്ന പ്രതികരണങ്ങളും യോഗത്തിൽ പങ്കെടുത്തവരുടെ ഭാഗത്തു നിന്നുണ്ടായി. നാട്ടിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുഹമ്മദ് നിസാം നേതൃത്വം നൽകിയിരുന്നു. നിസാം തടവിലായതോടുകൂടി നിസാമിനെ ആശ്രയിച്ച് ജീവിതം മുമ്പോട്ട് നീക്കിയിരുന്നവരെല്ലാം തന്നെ പ്രതിസന്ധിയിലായിട്ടുള്ള ഒരവസ്ഥയിലാണെന്നും അതുകൊണ്ട് തന്നെ നിസാമിന് പരോൾ ലഭിക്കാൻ ഇത്തരത്തിൽ വലിയൊരു സംഘം ആളുകൾ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഇവർ വ്യക്തമാക്കുന്നതോടൊപ്പം സ്വത്ത് വിവരങ്ങൾ, നിസാമിന്റെ പെരുമാറ്റം എന്നിവ ഉൾപ്പെടെ സംബന്ധിച്ച് മുൻപ് പുറത്തു വന്ന മാധ്യമ വാർത്തകളെല്ലാം തന്നെ വ്യാജ പ്രചരണങ്ങളാണ് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. നിസാമിന്റെ ജന്മനാടായ മുത്തശ്ശേരിയിൽ നടന്ന യോഗത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 100-ലധികം ആളുകളാണ് പങ്കെടുത്തത്. ദിൽജിത്ത്, ഈ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അവർ ഇതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ? ഈ യോഗം വിളിച്ചതിനോടും ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള സംഭവങ്ങളോട്? മനു, അത്തരത്തിൽ ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾ കൂടി ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളിൽ ഉൾപ്പെട്ടുള്ള ആളുകൾ യോഗത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും പ്രാദേശികമായി സാമൂഹ്യ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ യോഗത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ യോഗം നടക്കുന്ന സമയത്ത് മാധ്യമങ്ങളെ ഈ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നിന്ന് മാറ്റി നിർത്തിയ സംഘാടകർ പിന്നീട് യോഗത്തിനെത്തിയ ആളുകൾ പിരിഞ്ഞു പോയതിനു ശേഷമാണ് അകത്ത് കയറി അവരോട് സംസാരിക്കാനായി അവസരം തന്നത്. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് നിസാമിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും സുഹൃത്തുക്കളും നിസാമിന്റെ കമ്പനിയിൽ തൊഴിലെടുക്കുന്ന ആളുകളും ഉൾപ്പെടെയുള്ള ആളുകളാണ് മാധ്യമങ്ങളോട് സംസാരിക്കാനായി മുമ്പോട്ട് എത്തിയത്. യോഗത്തിനായി എത്തിയിട്ടുള്ള മറ്റ് ആളുകൾ 100-ലധികം ആളുകൾ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. ഇവരെല്ലാം തന്നെ നിസാമിനെ ആശ്രയിച്ച് ജീവിതം മുമ്പോട്ട് നീക്കിയിരുന്നവരും നിസാമിന്റെ അയൽവാസികളും സഹായ അഭ്യുദയകാംക്ഷികളുമാണ് എന്നാണ് ഈ പത്രസമ്മേളനം നടത്തിയ ആളുകൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ദിൽജിത്താണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പപ്സ് കഴിക്കാൻ പണം മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് തൊടുപുഴയിൽ മകനെ അമ്മ പൊള്ളലേൽപ്പിച്ചു. 9 വയസ്സുകാരൻ മുഖത്തും വയറിലും കൈയിലും പൊള്ളലേറ്റ നിലയിൽ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് വിഷയത്തിനാസ്പദമായ സംഭവം ഉണ്ടായത്. തൊടുപുഴ കുമാരമംഗലം പെരുമ്പള്ളിച്ചിറയ്ക്ക് സമീപത്ത് താമസിക്കുന്ന 3-ാം ക്ലാസ്സുകാരനെ 10 രൂപ മോഷ്ടിച്ചുവെന്നാരോപിച്ച് മാതാവ് ശരീരത്ത് പൊള്ളലേൽപ്പിച്ചത്. പിതാവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പീഡനം. കുട്ടിയുടെ നിലവിളി കേട്ട അയൽവാസികൾ ആദ്യഘട്ടത്തിൽ പീഡന വിവരം അറിഞ്ഞില്ല. ഇന്ന് രാവിലെ കുട്ടി അയൽ വീട്ടിൽ എത്തിയപ്പോഴാണ് പൊള്ളലേൽപ്പിച്ച കാര്യം തിരിച്ചറിഞ്ഞത്. വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും പോലീസിനെയും നാട്ടുകാർ അറിയിച്ചു. പോലീസ് എത്തിയാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അമ്മയാണ് തന്നെ പൊള്ളിച്ചതെന്ന് കുട്ടി പറഞ്ഞു. ആരായിരുന്നു? എന്തിനു വേണ്ടിട്ട് എന്ത് പറഞ്ഞാ പൊള്ളിച്ചു മോനെ? പൈസ എടുത്തിരുന്നോ മോൻ? എപ്പോഴായിരുന്നു സംഭവം? മുൻപും സമാനമായ സംഭവം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ കുട്ടിയെ മുൻപും മർദ്ദിച്ചിട്ടുണ്ടെന്ന് അയൽവാസി പറഞ്ഞു. ഇതിനെ തല്ലാറുണ്ട്. ഇതുപോലെ സംഭവം ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് തീ വെച്ച് പൊള്ളിക്കുന്നത്. ഇതിന് ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. ശരിക്കും തല്ലാറുണ്ട്. ചിലപ്പോൾ കരച്ചിൽ പുറത്തേ കാര്യം വായിൽ തുണി വെച്ച് കുത്തിക്കയറ്റിട്ട് ചെയ്യാറുണ്ട്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾക്കെതിരെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോഴിക്കോട് വൻ മയക്കുമരുന്ന് വേട്ട. 5 കിലോ കറുപ്പും 70 ഗ്രാം ബ്രൗൺ ഷുഗറുമാണ് എക്സൈസ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഫറോക്ക് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് സ്വകാര്യ ലോഡ്ജിൽ നിന്നുമാണ് 3 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് എക്സൈസ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഫറൂഖ് കൊളത്തറ സ്വദേശി ആഷിഖിനെ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തു. 5 കിലോ കറുപ്പും 70 ഗ്രാം ബ്രൌൺ ഷുഗറുമാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. സമീപകാലത്തായി കോഴിക്കോട്ട് നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇതെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കുമാർ പറഞ്ഞു. മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീം ഈ സ്ഥാപനത്തിലുള്ള അദ്ദേഹത്തിന്റെ മുറി, ഈ പ്രതിയുടെ മുറി വന്ന് പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 5 കിലോഗ്രാം ഓപ്പിയവും 70 ഗ്രാം ബ്രൗൺ ഷുഗറും നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കോഴിക്കോടിന്റെ സമീപ ചരിത്രത്തിൽ ഏറ്റവും കൂടുതലുള്ള ഓപ്പിയം വേട്ടയാണ് ഇന്ന് നടന്നിട്ടുള്ളത്.
മദ്യത്തിന്റെ ലഭ്യതക്കുറവ് കാരണം മയക്കുമരുന്നിന്റെ കടന്നുവരവിൽ വർധന ഉണ്ടാകുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിൽ രൂപീകരിച്ച എക്സൈസിന്റെ പ്രത്യേക സംഘമാണ് ഈ മയക്കുമരുന്നു വേട്ടയ്ക്ക് പിന്നിൽ. 4 വർഷമായി ഇയാൾ ഈ ലോഡ്ജ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സ്വാമി ഗംഗേശാനന്ദയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ശനിയാഴ്ച വരെയാണ് അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി വിട്ടു നൽകിയത്. ഗംഗേശാനന്ദയെ ഹാജരാക്കാത്തതിന് രാവിലെ കോടതി പോലീസിനെ വിമർശിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടും ഹാജരാക്കാത്ത സാഹചര്യത്തിലായിരുന്നു വിമർശനം. പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ പെൺകുട്ടി സ്വാമിയുടെ ലിംഗം ഛേദിച്ചിരുന്നു. ഇതിനുശേഷം ആശുപത്രിയിലെ പ്രത്യേക സെല്ലിലാണ് ഗംഗേശാനന്ദ കഴിഞ്ഞത്. ബീഫ് വിരോധികൾക്ക് കമൽഹാസന്റെ പരിഹാസം. രാജ്യത്ത് ഒരു നേരത്തെ ആഹാരം കിട്ടാതെ ജനം വലയുമ്പോൾ മെനു പ്രകാരം ഭക്ഷണം കഴിക്കാൻ പറയുന്നത് വിഡ്ഢിതമെന്നും ആദ്യം പട്ടിണി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും കമൽഹാസൻ പറഞ്ഞു. உங்களுக்கு மாட்டிறைச்சி பிடிக்கலன்னா சாப்பிடாதீங்க. அது எக்காரணத்திற்காக நீங்கள் சாப்பிடக்கூடாது என்பதற்கு மருத்துவ ஆதாரங்கள் இருக்கிறது. அதனால் சாப்பிடாதீர்கள். நான் சாப்பிட்டு இருந்தேன். இப்ப என்னை விட பெரிய மிருகங்களை நான் சாப்பிடுவதில்லை என்று முடிவு வைத்திருக்கிறேன். ஏன்னா தனியாக